മക്കളെ 10 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് 40 മാർക്ക് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, മഗ്നീഷ്യം ഫ്ലൂറിനും ചേർന്ന് മഗ്നീഷ്യം ഫ്ലൂറൈഡ് ആയിട്ട് മാറുന്നു. ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം നമുക്ക് ഹിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ആറ്റം ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ഹിയർ? ഇവിടെ ഏത് ആറ്റത്തിനാണ് ഓക്സീകരണം സംഭവിച്ചത് അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ നോക്കാനായിട്ട് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കേട്ടോ നോക്കേണ്ടത്. അപ്പം മഗ്നീഷ്യം എടുത്താൽ 2, 8, 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മഗ്നീഷ്യത്തിന്റെ വാലൻസ് ഷെല്ലിൽ, ഏറ്റവും ബാഹ്യതമ ഷെല്ലിൽ ഈ 2 ഇലക്ട്രോൺ ആണ് ഇരിക്കുന്നത് അല്ലെ. ഈ 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം മഗ്നീഷ്യത്തിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാം അല്ലെ. 2 ഇലക്ട്രോൺ പോയാൽ പിന്നെയുള്ളത് 8 ഇലക്ട്രോൺ ആണ്. അതായത് അഷ്ടകം പൂർത്തിയാക്കാം, ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പം മഗ്നീഷ്യം എപ്പോഴും എന്താ ചെയ്യുക? മഗ്നീഷ്യം എപ്പോഴും 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും. അങ്ങനെ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ അവർക്ക് 2 പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ അല്ലേ? അങ്ങനെ 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു. ഓക്കെ, ഇനി ഫ്ലൂറിന് എന്താ ചെയ്യുക? ഫ്ലൂറിൻ്റെ വാലൻസ് ഷെല്ലിലുള്ളത് 7 ഇലക്ട്രോൺ ആണ്. ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ. അപ്പോൾ 1 ഇലക്ട്രോണിന് കൂടെ കിട്ടിയാൽ, 1 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്താൽ നമ്മുടെ ഫ്ലൂറിന് 8 ഇലക്ട്രോൺസ് ആകും. ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാം, അഷ്ടകം പൂർത്തിയാക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പം നമ്മുടെ ഫ്ലൂറിന് എപ്പോഴും 1 ഇലക്ട്രോണിനെ മേടിക്കും. ഇലക്ട്രോണിനെ കിട്ടിയാൽ എന്ത് ചാർജാ? നെഗറ്റീവ് ചാർജ്. 1 ഇലക്ട്രോണിനെ കിട്ടിയാൽ 1 നെഗറ്റീവ് ചാർജ് വരും. അപ്പം നമ്മൾ കണ്ടു മഗ്നീഷ്യം ഇവിടെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു, വിട്ടുകൊടുക്കുന്നു. ഫ്ലൂറിന് ഇവിടെ ഇലക്ട്രോൺസിനെ കിട്ടുന്നു അല്ലേ. അപ്പം മക്കളെ, ഏതൊരു ആറ്റമാണോ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത്, ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നത്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുക അല്ലേ. ലോസ് ഓഫ് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ അതിനെ നമ്മൾ ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന് പറയും. ശരിയല്ലേ? ഇനി ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്താൽ എന്താ പറയാ? ഗെയിൻ ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ എന്താ പറയാ? ഇലക്ട്രോൺസിനെ മേടിച്ചാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ പറയുന്ന പേരാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. ഓക്കെ അല്ലേ? അപ്പം നോക്കാം, ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്താൽ ഓക്സിഡേഷൻ ആണ്, കിട്ടിക്കഴിഞ്ഞാൽ റിഡക്ഷൻ ആണ്. ഇനി എൻ്റെ കുട്ടികൾ പറ, ഇവിടെ ആരാ ഓക്സീകരിക്കപ്പെട്ടത്? മഗ്നീഷ്യമാണ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തത് അല്ലെ, ഡൊണേറ്റ് ചെയ്തത്. അപ്പൊ മഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഓക്സിഡൈസ്ഡ് ആയ ആറ്റം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ മഗ്നീഷ്യമാണ്. ഇനി നോക്കിക്കേ, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ റിഡക്ഷൻ ഇൻ ദിസ് റിയാക്ഷൻ. ഇവിടെ റിഡക്ഷന്റെ സമവാക്യം പറയാൻ പറഞ്ഞിട്ടുണ്ട്. റിഡക്ഷൻ എന്താ? റിഡക്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. എനിക്ക് ഇലക്ട്രോണിനെ കിട്ടിയാൽ ഞാൻ റെഡ്യൂസ്ഡ് ആയി, നിരോക്സീകരിക്കപ്പെട്ടു എന്ന് പറയാം അല്ലേ. ഇവിടെ ഇലക്ട്രോൺസിനെ ആരാ മേടിച്ചത്? ഫ്ലൂറിനാണ്. അപ്പം നമ്മുടെ ഫ്ലൂറിൻ ആറ്റം എന്താ ചെയ്തേ? 1 ഇലക്ട്രോണിനെ മേടിച്ചു. ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ, അഷ്ടകം പൂർത്തിയാക്കാൻ 1 ഇലക്ട്രോൺ അല്ലേ വേണ്ടത്. ആ 1 ഇലക്ട്രോണിനെ മേടിച്ചു, എന്നിട്ട് F- ആയിട്ട് മാറി. അപ്പോൾ ഇക്വേഷൻ ഫോർ റിഡക്ഷൻ, നിരോക്സീകരണത്തിന്റെ സമവാക്യം സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഓക്സിഡൈസിങ് ഏജന്റിനെയും റെഡ്യൂസിങ് ഏജന്റിനെയും കണ്ടുപിടിക്കണം. ഓക്സികാരി, നിരോക്സികാരിനെ കണ്ടുപിടിക്കണം. മക്കളെ, ആരാണോ ഓക്സിഡൈസ്ഡ് ആയത്, ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത്, ആ ഓക്സിഡേഷൻ നടന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സികാരി അല്ലെ. അപ്പൊ നമുക്ക് പറയാം, ഇവിടെ ഓക്സിഡേഷൻ നടന്നത് ആർക്കാ? ഇവിടെ ഓക്സിഡേഷൻ നടന്നത് മഗ്നീഷ്യത്തിനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സികാരി ആരായിരിക്കും? നമ്മുടെ സ്വന്തം മഗ്നീഷ്യമാണ്. റെഡിയല്ലേ? ഇനി നോക്കിക്കേ, ഇനി നമുക്ക് വേണ്ടത് ഓക്സിഡൈസിങ് ഏജന്റാ. മക്കളെ, ആർക്കാണോ റിഡക്ഷൻ, ആരാണോ നിരോക്സീകരിക്കപ്പെട്ടത്, അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ ഓക്സികാരി. ഇപ്പൊ ഇവിടെ നിരോക്സീകരിക്കപ്പെട്ടത്, ഇവിടെ റെഡ്യൂസ് ചെയ്യപ്പെട്ടത് ആരാ? ഫ്ലൂറിനാണ്. അപ്പൊ നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാ? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യപ്പെട്ട, നിരോക്സീകരിക്കപ്പെട്ട ഫ്ലൂറിനാറ്റമാണ്. കിട്ടിയില്ല എൻ്റെ കുട്ടികൾക്ക്? ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ. ആരാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, അയാളാണ് റെഡ്യൂസിങ് ഏജന്റ് അഥവാ നിരോക്സികാരി. ആർക്കാണോ റിഡക്ഷൻ, നിരോക്സീകരണം സംഭവിച്ചത്, അയാളാണ് ഓക്സിഡൈസിങ് ഏജന്റ് അഥവാ ഓക്സികാരി. ആ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടൈം പോർഷനിൽ നിന്നാണ് കേട്ടോ. കാരണം ഫസ്റ്റ് ടൈമിലെ ടോപ്പിക്കുകളും നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്നുണ്ടാവും. ഒരു 20 to 30% വരെ ഫസ്റ്റ് ടൈമിൽ നിന്നുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇസ് 11. ഒരു ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാസ് നമ്പർ 23 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ബോർ മോഡൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്ക് ആരെയാണ് വേണ്ടത്? ഇലക്ട്രോൺ വിന്യാസം എഴുതണമെങ്കിൽ നമുക്ക് അറ്റോമിക് നമ്പറാണ് വേണ്ടത്. കാരണം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഒരു ന്യൂട്രൽ ആറ്റം, ഒരു ചാർജ് ഇല്ലാത്ത ആറ്റം ആണെങ്കിൽ അവിടെയുള്ള പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം സെയിം ആണ്. അപ്പോൾ ഇവിടെ 11 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ 11 ഇലക്ട്രോൺ ഉണ്ടാവും. ഈ 11 എന്ന് പറയുന്ന നമ്പർ വെച്ച് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് കയറി, രണ്ടാമത്തെ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ്. 10 കഴിഞ്ഞു, ഇനി മിച്ച ഒന്നേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോൺ ലാസ്റ്റ് ഷെല്ലിൽ കയറി. അപ്പോൾ 2, 8, 1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ബോർ മോഡൽ വരയ്ക്കണം. എങ്ങനെയാണ് നമ്മൾ ബോർ മോഡൽ വരയ്ക്കുക? വളരെ സിമ്പിളാണ്. അപ്പോൾ ബോർ മോഡൽ വരയ്ക്കണമെങ്കിൽ നമുക്ക് പ്രോട്ടോൺസിൻ്റെ എണ്ണം വേണം, ന്യൂട്രോൺസിൻ്റെ എണ്ണം വേണം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണം. ഈ 3 കാരണങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാ? അറ്റോമിക് നമ്പർ 11 ആണ്, മാസ് നമ്പർ 23 ആണ് അല്ലേ? നമുക്ക് ഓൾറെഡി അറിയാം അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണം. ഇവിടെ 11 ആണ് അറ്റോമിക് നമ്പർ എങ്കിൽ ഇവിടെയുള്ള പ്രോട്ടോണുകളുടെ എണ്ണം 11 ആണ്. ഇനി ന്യൂട്രോൺസിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കുക? ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ന്യൂട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്യുക. എ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ ആണ് അല്ലെ, ഇസഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ 23 - 11 ചെയ്തു, 12. ഇതാ പിടിച്ചോ, നമ്മുടെ ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടി. ഇനി നമ്മൾ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു സർക്കിൾ വരച്ചു. സർക്കിളിൻ്റെ സെൻറ്ററിലായിട്ട് അതിൻ്റെ ന്യൂക്ലിയസ് വരയ്ക്കണം. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എഴുതുക. 11 പ്രോട്ടോൺ ഉണ്ട്. എത്ര ന്യൂട്രോൺ ഉള്ളത്? 12 ന്യൂട്രോൺ ഉണ്ട്. ഇനി നോക്കിക്കേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓൾറെഡി എഴുതി, 2, 8, 1 ആണ്. അതിൻ്റെ അർത്ഥം 3 ഷെല്ലുകൾ ഉണ്ട്. അപ്പം നമുക്ക് ആറ്റത്തിനകത്ത് 1, 2, 3 ഷെല്ലുകൾ വേണം. ഇനി ഇലക്ട്രോൺസിനെ വരച്ചു കൊടുത്താൽ മതി. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണുകൾ വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. രണ്ടാമത്തെ ഷെല്ലിൽ 1, 2, 3, 4, 5, 6, 7, 8 ഇലക്ട്രോൺസ് ഉണ്ട്. ലാസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ചേടാ, കാര്യം കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ മക്കളെ, കുറച്ച് ആൾക്കാരുടെ സിമ്പിൾ തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടേ? ഐസോടോപ്പിക് പെയറുകളെ കണ്ടെത്തണം അല്ലെ. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ ആരാ? ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരെയാണ് മക്കളെ ഐസോടോപ്പ് എന്ന് പറയാ? സെയിം ആയിട്ടുള്ള അറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് ആയിട്ടുള്ള മാസ് നമ്പറും. താഴെ എഴുതുന്ന അറ്റോമിക് നമ്പർ സെയിമും മേലെ എഴുതുന്ന മാസ് നമ്പർ ഡിഫറെൻറ്റും, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയാം അല്ലേ. ഇവിടെ ഒരു അറ്റോമിക് നമ്പർ ഉള്ളത് അറ്റോമിക് നമ്പർ താഴെയാണ് കേട്ടോ എഴുതുന്നത്. അപ്പം നമുക്ക് കാണാം C614 C612 ശരിയല്ലേ. അപ്പോൾ ഇവരുടെ 2 പേരുടെയും അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പറയാം ഇവർ ഐസോടോപ്പുകളാണ്. ഇവിടെയുള്ള ഐസോടോപ്പിക് ജോഡികൾ ആരൊക്കെയാ? അപ്പോൾ C612 അതേപോലെ C614 ആയിരിക്കും നമ്മുടെ ഐസോടോപ്പിക് പെയർസ്. ഇനി വിച്ച് ഐസോടോപ്പ് ഹൈഡ്രജൻ ഇസ് യൂസ്ഡ് ഇൻ അറ്റോമിക് റിയാക്ടേഴ്സ്? അറ്റോമിക് റിയാക്ടറുകളിൽ നമ്മൾ ആരും ഉപയോഗിക്കുക? ഹൈഡ്രജൻ്റെ ഐസോടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയത്തിനെയാണ് കേട്ടോ. ഹൈഡ്രജന് 3 ഐസോടോപ്പുകളുണ്ട്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഈ ഡ്യൂട്ടീരിയത്തെയാണ് നമ്മൾ അറ്റോമിക് റിയാക്ടറിൽ ഉപയോഗിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് C14 ഐസോടോപ്പാണ്. ഇവനെ നമ്മൾ എന്താ ചെയ്യുക? ഫോസിലുകളുടെ കാലപ്പഴക്കം പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഫോസ്ഫറസ് 31 P31 ഉണ്ട്. ഫോസ്ഫറസ് ഫോർ P അല്ലേ, P ഫോർ പ്ലാന്റ്സിലെ ന്യൂട്രിയൻ്റ് എക്സ്ചേഞ്ച്, പദാർത്ഥ വിനിമയം, ചെടികളിലെ പദാർത്ഥ വിനിമയം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ യുറേനിയം 235 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഫോസിലുകളായിട്ട് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഈ പറയുന്ന ഐസോടോപ്പുകളെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, അതായത് സം എലമെന്റ്സ് ആർ ദർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആർ ഗിവൺ. കുറച്ച് ആൾക്കാർ തന്നിട്ട് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരേ വാലൻസി ഉള്ളവരെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാലൻസി അഥവാ സംയോജകത എന്ന് പറഞ്ഞാൽ എന്താ? ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ, അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോണെ മേടിക്കും, എത്ര ഇലക്ട്രോണെ വിട്ടുകൊടുക്കും, അതാണ് വാലൻസി. ഇവിടെ നോക്കിക്കേ, ഇയാളുടെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. ഒക്ടറ്റ് ആകാൻ 1 ഇലക്ട്രോൺ കൂടി മതി. അപ്പൊ ഇവന്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി രണ്ടാമത്തെ ആളെ നോക്കിക്കേ മക്കളെ, വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ 2 ഇലക്ട്രോൺ വേണം. സോ ഇയാളുടെ വാലൻസി 2 ആണ്. ഇനി മൂന്നാമത്തെ ആൾ എടുത്തു കഴിഞ്ഞാൽ 2, 8, 2 വാലൻസി
വാലൻസ് ഷെല്ലിലുള്ളത് ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഈ 2 ഇലക്ട്രോൺ പോയാൽ അയാൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാം. അപ്പൊ ഇയാളുടെ വാലൻസി അഥവാ സംയോജകതയും 2 ആണ്. ഇനി ലാസ്റ്റ്ലി ഡി നോക്കിക്കേ മക്കളെ, ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ, അഷ്ടകം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇനി 3 ഇലക്ട്രോണുകൾ കൂടി വേണം. അപ്പൊ വാലൻസി 3 ആണ്. കിട്ടിയില്ലേ? ആരൊക്കെയാണ് ഒരേ വാലൻസി? ബിയും സിയുമാണ് സെയിം വാലൻസി അഥവാ സെയിം സംയോജകതയുള്ളവർ. ഇനി റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് സി ആൻഡ് എ. എയും അതേപോലെ സിയും ചേർന്നുണ്ടാവുന്ന സംയുക്തത്തിന്റെ സമവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എയും സിയുമാണ് മക്കളെ. നമ്മൾ ഇങ്ങനെ എങ്ങനെയാ കണ്ടുപിടിക്കുക? ആരൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്യുക അവരുടെ വാലൻസി അവരുടെ തലയ്ക്ക് മേലെ എഴുതി വെക്കണം. എയുടെ വാലൻസി എത്രയാ? 1. സിയുടെ വാലൻസി എത്രയാ? 2. തലയ്ക്ക് മേലെ എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? വാലൻസ് തമ്മിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യല്ലേ. എയുടെ വാലൻസ് ഞാൻ സിക്കും കൊടുക്കും, സിയുടെ വാലൻസ് ഞാൻ എക്കും കൊടുക്കും. അങ്ങനെ കൊടുത്താൽ A2C1 അല്ലെങ്കിൽ A2C എന്ന് കിട്ടും. അപ്പൊ എയും സിയും ചേർന്നുണ്ടാകുന്ന സംയുക്തം ഏതാ? A2C ആയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോഡിയം ഓക്സിജനും ചേർന്നിട്ട് നോക്കിക്കേ സോഡിയം ഓക്സൈഡ് ആയിട്ട് മാറി. ഇവിടെയുള്ള റിയാക്ടൻസ് അഭികാരങ്ങൾ ആരെന്നാ ചോദിച്ചിട്ടുള്ളത്? ആരൊക്കെ തമ്മിലാണ് റിയാക്ട് ചെയ്യുക, ആരൊക്കെ തമ്മിലാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുക, അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ടൻസ് അഥവാ അഭികാരങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ സോഡിയം ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മുടെ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? സോഡിയവും അതേപോലെ തന്നെ ഓക്സിജനുമാണ് അല്ലെ. അഭികാരങ്ങൾ ആരൊക്കെയാ? സോഡിയം ഓക്സിജനും. ഇനി ഓക്സിഡേഷൻ നമ്പർ ഓഫ് വിച്ച് ആറ്റം ഇസ് ഇൻക്രീസ്. ഇവിടെ ആരുടെ ഓക്സിഡേഷൻ നമ്പർ ആണ് കൂടിയതെന്നാണ്. മക്കളെ ജനറലി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ മേലെ മേലെ ആയിട്ട് ഓക്സിഡേഷൻ നമ്പർ ഓരോരുത്തരുടെയും തടുന്നുണ്ടാവും കേട്ടോ. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ സോഡിയം എന്ന് പറയുന്നത് ആദ്യം 0 ആയിരുന്നു, പിന്നീട് 0യിൽ നിന്ന് +1 വന്നു. ഓക്സിജൻ ആദ്യം 0 ആയിരുന്നു, 0യിൽ നിന്ന് -2 വന്നു. അപ്പോൾ 0യിൽ നിന്ന് +1 ആകുക എന്ന് പറഞ്ഞാൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ് അല്ലേ. 0ത്തിൽ നിന്ന് +1 വന്നാൽ ഓക്സിഡേഷൻ നമ്പർ കൂടി. ഇനി 0ത്തിൽ നിന്ന് -2 വന്നാൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു എന്ന് പറയാം. അപ്പൊ ഇവിടെ ആരുടെ ഓക്സിഡേഷൻ നമ്പറാ കൂടിയത്? സിമ്പിൾ ആയിട്ട് സോഡിയത്തിൻ്റെയാണ് അല്ലെ. ഇനി ഇതൊരു റിഡോക്സ് പ്രവർത്തനമാണ്, ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാ? അല്ലെ, ഓക്സിഡേഷനും റിഡോക്ഷനും സൈമൾട്ടേനിയസ്ലി നടന്നാൽ, ഒരുമിച്ച് നടന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലെ. ഇവിടെ നമുക്ക് പറയാം, നോക്കിക്കേ മക്കളെ, സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ നമ്മൾ അതിന് എന്താ പറയുക? ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ. അപ്പൊ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിഡേഷൻ നടന്നു, ഓക്സീകരണം നടന്നു. ഇനി ഓക്സിജൻ എന്താ സംഭവിച്ചത്? ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണ് അല്ലെ. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ നമ്മൾ അതിനെ റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്നാ പറയാ. ശരിയല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, സോഡിയം ഓക്സിജനും തമ്മിൽ റിയാക്ട് ചെയ്തപ്പോൾ സോഡിയത്തിന് ഓക്സിഡേഷനും ഓക്സിജന് റിഡക്ഷനും സംഭവിച്ചു. അപ്പോൾ ഓക്സിഡേഷൻ ടേക്കിംഗ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി വിത്ത് റിഡക്ഷൻ. ഓക്സീകരണം നിരോക്സീകരണം ഒരേ സമയം നടന്നു. അങ്ങനെ ഒരേ സമയം നടന്നാൽ നമ്മൾ അതിനെ എന്താ വിളിക്കുക? ഒരു റിഡോക്സ് റിയാക്ഷൻ, റിഡോക്സ് പ്രവർത്തനം എന്ന് പറയാനായിട്ട് പറ്റും. സെറ്റ് അല്ലേ? വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കോ, PQR 2 ആൾക്കാരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഒരേ പീരീഡിലുള്ളത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. മക്കൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരേ പീരീഡിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക? പീരീഡ് നമ്പർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പീരീഡ് നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ഷെൽസ് നോക്കിയാൽ മതി അല്ലേ. ഷെല്ലുകളുടെ എണ്ണം എടുത്താൽ മതി. ഒരു ആറ്റത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരീഡ് നമ്പറും സെയിം ആണ്. P എന്ന് പറഞ്ഞ ആളെ എടുത്താൽ 1, 2 ഷെല്ലുകളിലായിട്ട് ഇലക്ട്രോൺ ഇരിക്കുന്നത്. അപ്പോൾ അയാളുടെ പീരീഡ് നമ്പർ 2 ആണ്. Q എടുത്താൽ 2, 8, 2 3 ഷെല്ലുകളായിട്ട് ഇലക്ട്രോൺ ഇരിക്കുക. അപ്പൊ ഇയാളുടെ പീരീഡ് നമ്പർ 3 ആണ്. ഇനി ആരെടുത്താലും 3 ഷെല്ലുണ്ട്, സോ പീരീഡ് നമ്പർ 3. നോക്കിക്കേ ആരൊക്കെ അപ്പൊ സെയിം പീരീഡിലുള്ളത്? ക്യൂവും അതേപോലെ തന്നെ ആറുമാണ്. ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി ആർക്കാണ് കൂടുതൽ? മക്കളെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ എങ്ങനെയാ? പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരും. അപ്പൊ നമുക്കറിയാം 1 മുതൽ 18 വരെയുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഗ്രൂപ്പുകളെ നിരന്നിരിക്കുക അല്ലെ. ഇതിൽ 1ാമത്തെ ഗ്രൂപ്പിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവും, 17ാമത്തെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ കണ്ടുപിടിക്കണമെങ്കിൽ ഇവരുടെ ഗ്രൂപ്പ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. 1
രണ്ടാമത്തെ ആളുടെ ഗ്രൂപ്പ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ നോക്കുക. പിയുടെ വാലൻസ് ഷെല്ലിൽ ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. മക്കളെ, വാലൻസ് ഷെല്ലിൽ 1 or 2 ഇലക്ട്രോൺ ആണെങ്കിൽ അയാളുടെ ഗ്രൂപ്പ് നമ്പർ എത്രയാ? വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ്. വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 ആണ്. വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 2 ആണ്. ഇവിടെ പിയുടെ വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്. സോ പിയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി ക്യൂവിന്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അയാളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് എത്രയാ? 2 ആണ്. ഇനി 6ലേക്ക് വരാം. 6ന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അപ്പൊ മക്കളെ, 2ൽ കൂടുതൽ ഇലക്ട്രോൺ ആണ് വാലൻസ് ഷെല്ലിൽ ഉള്ളതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 10 കൂട്ടും. അങ്ങനെ 10 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. അപ്പൊ 6ന്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. 6നോട് 10 കൂട്ടിയാൽ നമുക്ക് 16 എന്ന് കിട്ടി. അപ്പൊ നോക്കിക്കേ, നമ്മുടെ 6 എന്ന് പറയുന്ന ആളുടെ ഗ്രൂപ്പ് നമ്പർ 16 ആണ്. അപ്പൊ നമുക്ക് പറയാം, പി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പാണ്, ക്യൂ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പാണ്. അങ്ങനെ വന്ന് 16ാമത്തെ ഗ്രൂപ്പിലാണ് നമ്മുടെ ആർ അല്ലേ? ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ, ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി വരും. അപ്പോൾ ഇവിടെ വലത്തെ ഏറ്റത്തുള്ള നമ്മുടെ ആറിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി അല്ലേ? അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? ആറാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കിക്ക്, ആരൊക്കെ ചേർന്നുണ്ടാവുന്നത്? പിയും ആറും അല്ലേ? പി ആൻഡ് ആറ് ചേർന്നുണ്ടാവുന്ന സംയുക്തം എഴുതാൻ പിയും ആറുമാണ്. പിയുടെ വാലൻസി എത്രയാ? 1. 6ന്റെ വാലൻസി എത്രയാ? ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാൻ 2 ഇലക്ട്രോൺ വേണം. അപ്പൊ വാലൻസി 2 ആണ്. നമ്മൾ എന്താ ചെയ്യുക? സിമ്പൽ എഴുതിയതിന് ശേഷം വാലൻസി തലയ്ക്ക് മേലെ കൊണ്ട് എഴുതി കൊടുക്കണം അല്ലേ? പിയുടെ വാലൻസി 1 ആണ്, 6ന്റെ വാലൻസി 2 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ വാലൻസിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. പിയുടെ വാലൻസി നമ്മൾ ആർക്കും കൊടുത്തു, 6ന്റെ വാലൻസി പിക്കും കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ P2R എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ടിനെ നമുക്ക് ഇവിടെ കിട്ടി. അപ്പൊ P2R ആണ് ഇവർ തമ്മിലുണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികൾ ഈ പറയുന്ന ആൾക്കാരുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. അതായത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും നേരം പഠിച്ചത് മനസ്സിലായെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് മക്കളെ. ഇന്ന് കൃത്യം 7 മണിക്ക് അല്ലെ നമ്മുടെ ലൈവ് ഉണ്ട്. അപ്പോൾ ആരും മറക്കരുത്, കൃത്യം 7 മണിക്ക് കാണാം കേട്ടോ.